ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ ആദില തൗഫിക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ഒരുപാട് ഗർഭിണികളായ സ്ത്രീകൾക്കുള്ള സംശയമാണ് ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ, അതായത് എസ്പെഷ്യലി സ്കിന്നിൽ വരുന്ന ചേഞ്ചസ്, അത് പെർമനന്റ് ആണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നാൽ നോർമൽ ആണോ, അതിനെ കുറിച്ച് പറയാനാണ്. എസ്പെഷ്യലി സ്കിന്നിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി സ്പെസിഫിക് ഡെർമറ്റോസിസ് എന്ന് പറയും. അതിൽ വരുന്നതാണ് ഒന്നാമത്തത് മലേസ്മ. മലേസ്മ എന്ന് പറയുന്നത് നമുക്ക് സ്ത്രീകളിലൊക്കെ കാണാൻ പറ്റും. നമ്മുടെ കവിളില്, അതുപോലെ മൂക്കിന്റെ അറ്റത്ത്, താടിയില്, ഇവിടെയൊക്കെ കുറച്ച് കവിളിലൊക്കെ ഡാർക്ക് ആയിട്ട് ഒരു സ്കിന്നിന്റെ കളർ ചേഞ്ച് ചെയ്ത് കാണാൻ പറ്റും. സാധാരണഗതിയിൽ സ്ത്രീകൾക്ക്, മധ്യവയസ്സായ സ്ത്രീകൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഇവർക്ക് ഒന്നും കൂടി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഹോർമോൺ വേരിയേഷൻ കാരണം ഈ മെലാനിന്റെ പിഗ്മെന്റേഷൻ കൂടുന്നതാണ്. മലേസ്മ പറ്റാവുന്ന രീതിയിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. റെഗുലർ ആയിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, അതുപോലെ SPF കൂടുതലുള്ള സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സ്കിന്നിലൊക്കെ, നെക്കിന്റെ ഏരിയാസിലൊക്കെ നമ്മുടെ പ്രൈവറ്റ് പാർട്ട് ആവട്ടെ, അത് ഇന്നർ തൈ, അതുപോലെ ആക്സില്ല, ആംപിട്ട്, ഈവൻ നിപ്പിളിന് ചുറ്റുമൊക്കെ നമുക്ക് സ്കിന്ന് ഭയങ്കര ഡാർക്ക് ആയിട്ട് കാണാൻ പറ്റും. ഇതെല്ലാം ഈ മെലാനിൻ പ്രൊഡക്ഷന്റെ കൂടുതൽ കാരണമാണ്. അതുപോലെ പിന്നെ നമ്മൾ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ വയറിന്, പുക്കിളിന്റെ ഒക്കെ ആയിട്ട് സെന്ററിലൊരു ബ്ലാക്ക് കളർ ലൈന് ഭയങ്കര തിക്കായിട്ട്, അതിന് ലീനിയ നൈഗ്ര എന്ന് പറയും. ഒരു ബ്ലാക്ക് കളർ ലൈന്, അതും ഈ പറയുന്ന പോലെ നോർമലാണ്. ഇനി സ്ട്രെച്ച് മാർക്സ് എന്ന് പറയും. കോമൺലി നമ്മളെല്ലാരും പറയുന്നതാണ് സ്ട്രെച്ച് മാർക്സ്, സ്ട്രൈ എന്ന് പറയുന്നത്. അത് പലരും മിസ്സായിട്ട് പറയുന്നത് എന്താ, ചൊറിഞ്ഞിട്ടും നമ്മൾ കൈവച്ച് വലിച്ചിട്ടൊക്കെ വരുന്നതാണ്. യൂഷ്വലി അതൊരു മിസ്കൺസെപ്റ്റ് ആണ്. നോർമലി അതൊരു മദർഹുഡിന്റെ ഒരു ചേഞ്ച് തന്നെയാണ് ഈ സ്ട്രെച്ച് മാർക്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ബോഡി, നമ്മുടെ ഇലാസ്റ്റിസിറ്റി, കൊളാജൻ ഫൈബേഴ്സിന്റെ ഈ ഒരു സ്ട്രെച്ചിങ് കാരണം നമ്മുടെ മസിൽ ചിലപ്പം എക്സ്റ്റെൻഡ് ചെയ്ത് പൊട്ടുന്ന കാരണമൊക്കെയാണ് നമുക്ക് ആ ഒരു സ്ട്രൈ അല്ലെങ്കിൽ സ്ട്രെച്ച് മാർക്സ് കാണുന്നത്. ഇതൊരിക്കലും ക്യൂറബിൾ അല്ല. നമ്മൾ പല അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുന്നതാണല്ലോ. പക്ഷെ അത് നമുക്ക് കുറച്ചൊരു ഒന്ന് ഫെയ്ഡ് ചെയ്യിക്കാൻ പറ്റും എന്നല്ലാതെ ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ഈ സ്ട്രെച്ച് മാർക്സിന് ഇല്ല. ഒരു അമ്മയായി എന്നതിലൊരു തെളിവ് തന്നെയാണ് ഈ സ്ട്രെച്ച് മാർക്സ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നിപ്പിളിന് ചുറ്റും കറുപ്പ് കളറ് കുറച്ച് കൂടുതലായിട്ട് കാണുന്നു പറഞ്ഞു. അതും നോർമലാണ്. അതുപോലെ തന്നെ ചെറിയ തരി പോലെ, ചെറിയ കുരു പോലെയൊക്കെ കാണാൻ പറ്റും. അതും ഈ പറഞ്ഞ പോലെ നോർമലാണ്. അത് നമ്മുടെ റേസ്ഡ് ആയിട്ടുള്ള മോണ്ടോക്മസ് ട്യൂബർക്കിൾസ് എന്ന് പറയും. അതൊക്കെ ഈ ഒരു ഹോർമോൺ വേരിയേഷൻ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ കാണുന്നതാണ്. അല്ലാതെ അവിടെ മുഖക്കുരു വരുന്ന പോലെ നിപ്പിളിന് ചുറ്റും കുരു വന്നു, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ കുരു വന്നു എന്നൊക്കെ ഒരുപാട് പേര് ടെൻഷനായിട്ടൊക്കെ വരുന്നതാണ്. അതുപോലെ മറ്റൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓറൽ ക്യാവിറ്റി, ഇനാമലിന് ചുറ്റൊക്കെ ഈ ചില തടിപ്പ് പോലെ കാണാൻ പറ്റും. ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, പെയിൻ ഉണ്ടാവും ചില ആളുകൾക്ക്. പയോജനിക് ഗ്രാനുലോമാസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും, ജിഞ്ചൈവൈറ്റിസ് എന്നൊക്കെ കാണാൻ പറ്റും. അതെല്ലാം നോർമലാണ്. ആ ഒരു പ്രഗ്നൻസി ടൈം അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നോർമൽ ആയിട്ട് വരുന്നതാണ്. യൂഷ്വലി അത് വലിയൊരു ഇൻഫെക്ഷൻ വരാതെ നോക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. റെഗുലർ ആയിട്ട് ബ്രഷിങ്, അതുപോലെ ഗാഗ്ലിംഗ് എല്ലാം ചെയ്യുക. ഇനി അടുത്തൊരു സിസ്റ്റമിക് ചേഞ്ചസ് കാരണം വരുന്നത്, അതായത് നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂടുന്ന കാരണം, വാസോഡയലേഷൻ കൂടുന്ന കാരണമൊക്കെ, ഈ പമ്പിങ് കൂടുന്ന കാരണമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചെറിയ വെയിൻസ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. റെറ്റിക്കുലർ വെയിൻസ്, സ്പൈഡർ നേവീസ്, അതുപോലെ നമുക്ക് ഈ വെരിക്കോസ് വെയിനിന്റെ ഒക്കെ കൂടുതലാവാനുള്ള ടെൻഡൻസി ഒക്കെ നമുക്ക് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ കാണുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ പാമാർ എരിത്തീമിയ എന്നൊക്കെ പറയും. നമ്മുടെ കൈ ഭയങ്കര റെഡ് ആയിട്ടുണ്ടാവും, ഭയങ്കര ചൂടായിട്ടുണ്ടാവും. ഇതെല്ലാം നോർമലി പ്രഗ്നൻസി ടൈമിൽ കാണുന്നതാണ്. ഇനി മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പിമ്പിൾസ്, അതുപോലെ ഫേസിലൊക്കെ കാണുന്ന ആഗ്നെ. ഈ ആഗ്നെ നോർമലി ഈ ഒരു അഡോളസന്റ് ടൈമിലൊക്കെ ആഗ്നെ ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിന്റെ സമയത്തും ഈ ഒരു ആഗ്നെ അല്ലെങ്കിൽ മുഖക്കുരു കൂടുതലായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ അതിന് ഇൻഫെക്ഷൻ ഒന്നും വരാതെ, പസ് ഒന്നും നമ്മുടെ മുഖത്ത് വരാതിരിക്കാൻ സൂക്ഷിക്കുക. നോർമൽ ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് ഒക്കെ നമുക്ക് എടുക്കുന്നതുകൊണ്ടും ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഈ സോറിയാസിസ്, എക്സീമ, അങ്ങനത്തെ സ്കിൻ ഡിസീസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ അത് പെട്ടെന്ന് കൂടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതൊക്കെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്ന് കൂടുതലും ആളുകൾ ചോദിക്കുന്നുണ്ട്. മെയിൻലി നമ്മുടെ ബോഡി നമ്മൾ പറ്റാവുന്ന രീതിയിൽ റെഗുലർ എക്സസൈസ് ചെയ്യുക, നല്ല വെള്ളം കുടിക്കുക, പ്ലെന്റി ഓഫ് വാട്ടർ. നമ്മളെ സ്കിന്നിന് എപ്പോഴും വേണ്ടത് വെള്ളമാണല്ലോ. അപ്പൊ നമ്മൾ അത് നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യാൻ നോക്കുക, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, സൺസ്ക്രീൻ യൂസ് ചെയ്യുക. നോർമൽ ആയിട്ടുള്ള എല്ലാ റുട്ടീൻ മേക്കപ്പുകളൊന്നും യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രഗ്നൻസിയിൽ കോൺട്രഡിക്ഷൻസ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഈ നെയിൽ പോളിഷ് ഒക്കെ പൊതുവെ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്, കാരണം ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. നെയിൽ പോളിഷ് റിമൂവേഴ്സ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്ന, ഈ ഓവർ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് അണ്ടർ ആംസിലും ആക്സിലും അങ്ങനെ പല പ്രൈവറ്റ് പാർട്സിലൊക്കെ നമ്മൾ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പരമാവധി ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്.